നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ ഉലച്ചിലുകൾ ഉണ്ടാക്കിയ ഒരു കൊലപാതകമായിരുന്നു ഹർദീപ് സിംഗ് നിജ്ജാറിൻ്റെ കൊലപാതകം. ഹർദീപ് സിംഗ് നിജ്ജാർ ഒരു സിഖ് തീവ്രവാദിയായിരുന്നു. ഇയാൾ ഇന്ത്യയെ വിഭജിച്ച് ഖാലിസ്ഥാൻ എന്നൊരു പ്രത്യേക രാഷ്ട്രം വേണമെന്ന പഴയ ഖാലിസ്ഥാൻ ഭീകര സംഘടനകളുടെ വാദം ഒരിക്കൽ കൂടി ഇന്ത്യയിൽ കത്തിജ്വലിപ്പിക്കാനായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. വിദേശത്ത്, അതായത് കാനഡ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഇയാളുടെ പ്രവർത്തനം. ഇന്ത്യയിൽ വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുക, പഞ്ചാബിൽ അക്രമങ്ങൾ ഉണ്ടാക്കുക, ഉന്നത വ്യക്തിത്വങ്ങളെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒക്കെ കൊലപ്പെടുത്തുക, ഇങ്ങനെയുള്ള ഒട്ടനവധി ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയായി മാറുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഈ ഹർദീപ് സിംഗ് നിജ്ജാർ. ഇതിനെ തുടർന്ന് 2020 ഇന്ത്യ കൊടും ഭീകരനായി പ്രഖ്യാപിക്കുകയും 2023 ഇയാളെ ഒരു സംഘം ആളുകൾ കാനഡയിൽ വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. ഈ കൊലപാതകം നടത്തിയതിന് പിന്നിൽ, അതായത് ഇന്ത്യ വിരുദ്ധനെന്ന് പ്രഖ്യാപിച്ച് കൊടും ഭീകരനെന്ന് പ്രഖ്യാപിച്ച ഒരു ഇന്ത്യ വിരുദ്ധനായ അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായ ഒരു വ്യക്തി, അയാൾ കാനഡ കേന്ദ്രീകരിച്ചുകൊണ്ട് കനേഡിയൻ സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയായിരുന്നു. ഇന്ത്യ അതിനു മുമ്പ് നിരവധി തവണ കനേഡിയൻ സർക്കാരിനെ ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചതാണ്. ഇന്ത്യ വിരുദ്ധ എലമെൻറ്റുകൾ കാനഡയിൽ നിന്നും പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ പഴയ ഖാലിസ്ഥാൻ ഭീകരവാദത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും ഇത് ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ദേശീയ സുരക്ഷയ്ക്കുമെല്ലാം ഭീഷണിയാണെന്നും അത്തരം സംഘങ്ങൾക്ക് പ്രോത്സാഹനം നൽകരുതെന്നും അവയെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും അല്ലെങ്കിൽ ഇന്ത്യക്ക് കൈമാറണമെന്നുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ കത്തുകൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം കാനഡയ്ക്ക് അയച്ചിട്ടുണ്ട്. ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ കാനഡയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജസ്റ്റിൻ ട്രൂഡോയെ അന്താരാഷ്ട്ര വേദികളിൽ വെച്ച് നേരിൽ കാണുമ്പോഴെല്ലാം ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യയിൽ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തി, ഭീകര പ്രവർത്തനങ്ങളും വിഘടനവാദ പ്രവർത്തനങ്ങളും നടത്തി കാനഡയിലേക്ക് നാടുവിട്ട ശേഷം അവിടെ സ്ഥിരതാമസം ഉറപ്പിക്കുക, ഇന്ത്യൻ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടുക, ഇങ്ങനെയുള്ള ഒട്ടനവധി ആളുകളാണ് ഈ കാനഡയിലുള്ളത്. കാനഡ കേന്ദ്രീകരിച്ച് വിഘടനവാദ പ്രവർത്തനം നടത്തുന്നതും ഇവരാണ്. അങ്ങനെയുള്ള ഒട്ടനവധി സംഘങ്ങളുണ്ട്. അങ്ങനെ ഒരു സംഘമാണ് ഈ ഹർദീപ് സിംഗ് നിജ്ജാറിൻ്റെ സംഘം. ഇയാൾ അത്യാവശ്യം ഗുണ്ടാ പ്രവർത്തനവും അതുപോലെ തന്നെ മയക്കുമരുന്ന് കച്ചവടവും ഒക്കെ ഉള്ള ഒരു ഗ്യാങ്ങിൻ്റെ തലവനാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് ഏതാനും ചില ആളുകൾ ചേർന്ന് കഴിഞ്ഞ 2023 ജൂൺ മാസം 18 കൊലപ്പെടുത്തിയത്. ഈ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ ആണ് എന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ അന്ന് വെട്ടിത്തുറന്നു പറഞ്ഞത്. അന്ന് അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിൽ വെച്ച് തന്നെയാണ് ഇങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിനെതിരായിട്ടാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത്. പക്ഷേ ജസ്റ്റിൻ ട്രൂഡോയുടെ കയ്യിൽ തെളിവിൻ്റെ ഒരു തരിമ്പ് പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഈ ഹർദീപ് സിംഗ് നിജ്ജാറിനെ കൊലപ്പെടുത്തിയത് എന്നതിന് ട്രൂഡോയുടെ കയ്യിലോ കാനഡയുടെ കയ്യിലോ ഒരു തെളിവുകളും ഇല്ലായിരുന്നു. അദ്ദേഹം ആകെക്കൂടെ പറഞ്ഞത് അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികളുടെ ഇൻപുട്ട് ഉണ്ട് എന്ന് മാത്രമാണ്. അത്തരം ഇൻ്റലിജൻസ് ഏജൻസികളുടെ ഇൻപുട്ടുകൾ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ ഏജൻസികൾ ഉണ്ടാവുക എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവ് നൽകാൻ കാനഡയ്ക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇത് ശക്തമായി പ്രതിഷേധിച്ചു. ഇന്ത്യ ഈ ഒരു ആരോപണം ശക്തമായി തന്നെ നിഷേധിച്ചു. അതായത് ഇന്ത്യ ഒരു നിയമവാഴ്ചയുള്ള രാജ്യമാണ്. മറ്റൊരു രാജ്യത്ത് പോയി ഇന്ത്യ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യാത്ത രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഹർദീപ് സിംഗ് നിജ്ജാറിൻ്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കൊന്നുമില്ല, ഇന്ത്യ ഗവൺമെൻറ്റിന് പങ്കൊന്നുമില്ല എന്ന് തന്നെയാണ് അന്ന് വെളിപ്പെടുത്തിയത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ നടക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചത് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് തന്നെ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമൊക്കെ പിന്നീട് കനേഡിയൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായി. അതായത് കനേഡിയൻ രാഷ്ട്രീയത്തിൽ ജസ്റ്റിൻ ട്രൂഡോ സർക്കാർ നിലനിന്നിരുന്നത് ഈ പറയുന്ന ഇന്ത്യൻ വംശജരായിട്ടുള്ള സിഖ് വിഘടനവാദികളുടെ ചില സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ കൂടി ഉണ്ടായിരുന്നു. അതായത് പാർലമെൻറ്റിൽ അംഗസംഖ്യ തികയ്ക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഇന്ത്യയിലെ വിഘടനവാദം ആഗ്രഹിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ അവിടെയുണ്ട്. അവരുടെ MP-മാരുടെ പിന്തുണ കൂടി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് വേണമായിരുന്നു. അവരുടെ സമ്മർദ്ദം കൊണ്ടാണ്
ഇത്തരത്തിൽ ഈ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന ഒരു ആരോപണം കാനഡ ഉന്നയിച്ചത്. ഇന്ത്യ അതിശക്തമായി തന്നെ അത് നിഷേധിച്ചു. തെളിവുകളൊന്നുമില്ലാതെ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തിനെതിരെ ഇങ്ങനെ അന്താരാഷ്ട്ര സമൂഹം ശ്രദ്ധിക്കുന്ന തരത്തിലൊരു പ്രസ്താവന നടത്തിയത് ശരിയല്ല, അതിൽ അങ്ങേയറ്റം പ്രതിഷേധം ഇന്ത്യ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഇന്ത്യയും കാനഡയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്നു, നടപടികൾ ഉണ്ടാകുന്നു, നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകുന്നു. നയതന്ത്ര പ്രതിനിധികളെ ഇരു രാജ്യങ്ങളും പുറത്താക്കുന്നു. കാനഡ പുറത്താക്കുമ്പോൾ ഇന്ത്യ പുറത്താക്കുന്നു. അങ്ങനെ 6-7 നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കുന്നു. മാത്രമല്ല നയതന്ത്ര ബന്ധം ഏതാണ്ട് വിച്ഛേദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇന്ത്യയും അതുപോലെ തന്നെ കാനഡയും പരസ്പരം പൗരന്മാർക്ക് വിസ നൽകുന്നത് നിർത്തിവെക്കുന്നു. ഇങ്ങനെ വളരെ വലിയ സംഘർഷമാണ് നയതന്ത്ര തലത്തിൽ ഇന്ത്യയും കാനഡയും തമ്മിൽ ഇതിൻ്റെ പേരിൽ ഉണ്ടായത്. പക്ഷെ പിന്നീട് തെളിവുകൾ നൽകാമെന്ന് പറഞ്ഞ അന്വേഷണ ഏജൻസിയൊക്കെ വയ്ക്കുകയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും തെളിവുകൾ നൽകാൻ കാനഡയ്ക്ക് സാധിക്കാതെ വരികയും ഒക്കെ ചെയ്തു. കാനഡയെ സഹായിച്ചുകൊണ്ട് അന്ന് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികളും രംഗത്തുണ്ടായിരുന്നു. പക്ഷേ അവർക്കും തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ സാധിച്ചില്ല. 3-4 ഇന്ത്യൻ വംശജർ ഇവരെ വെടിവെച്ച് കൊന്നതിൻ്റെ പേരിൽ കാനഡയിൽ ജയിലിൽ കഴിയുന്നു എന്നല്ലാതെ ഇന്ത്യൻ ബന്ധത്തിന് ഇതിന് തെളിവുകളൊന്നുമില്ല. ഹർദീപ് സിംഗ് നിജ്ജാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഭീകരനായി മുദ്ര കുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സാധാരണ പാവപ്പെട്ട മനുഷ്യനൊന്നുമല്ല. എന്നിട്ട് പോലും ഇന്ത്യക്കെതിരെ തെളിവുകൾ ഹാജരാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ പിന്നീട് കനേഡിയൻ രാഷ്ട്രീയം, അന്ന് ഇന്ത്യ പറഞ്ഞത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമെന്നാണ്. രാഷ്ട്രീയത്തിൽ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് നിലനിൽക്കാൻ വേണ്ടി മാത്രം അയാൾ മെയ്തെടുത്ത ഒരു ആരോപണമാണ് എന്ന് ഇന്ത്യ ആരോപിച്ചിരുന്നു. ഇന്ത്യയുടെ ആരോപണങ്ങൾ പിന്നീട് അക്ഷരാർത്ഥത്തിൽ ശരിയായി. കാരണം അവിടെ രാഷ്ട്രീയ മാറ്റമുണ്ടായി. ആ രാഷ്ട്രീയ മാറ്റം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇന്ത്യക്കെതിരായ വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ എല്ലാം ജനം തൂത്തെറിഞ്ഞു. മാത്രമല്ല അവിടെ മാർക്ക് കാർണിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ സർക്കാർ നിലവിൽ വന്നു. അദ്ദേഹത്തിൻ്റെ സർക്കാർ നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധമടക്കം പൂർവ്വസ്ഥിതിയിലാക്കാനും കൂടുതൽ മെച്ചപ്പെടുത്താനുമൊക്കെയുള്ള ശ്രമങ്ങളുണ്ടായി. പിന്നീട് ഈ ഹർദീപ് സിംഗ് നിജ്ജാറിൻ്റെ കൊലപാതകം അത് അത്ര വലിയ ചർച്ചാ വിഷയമായില്ല. ഇന്നിപ്പോൾ മാർക്ക് കാർണി ഇന്ത്യയിൽ സന്ദർശനം നടത്തി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിനിടെ നിരവധി കരാറുകളിൽ ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം വർദ്ധിച്ചു. ഈ യുറേനിയം ഇന്ത്യക്ക് ലഭ്യമാക്കുന്നതടക്കമുള്ള കരാറുകൾ ഉണ്ടാക്കി. മാത്രമല്ല ഈ ഹോർമൂസ് കടലിടുക്കിൽ ഉണ്ടായ പ്രതിസന്ധി ഉടലെടുത്തതിന് ശേഷം കാനഡയിൽ നിന്നും LPG ഇറക്കുമതി ചെയ്യാനുള്ള കരാർ പോലും ഇന്ത്യയും കാനഡയും തമ്മിൽ ഉണ്ടാക്കി. അതായത് ഈ ഹർദീപ് സിംഗ് നിജ്ജാറിന് കൊലപാതകത്തിൻ്റെ പേരിൽ നയതന്ത്ര ബന്ധം വഷളാകുന്നതിന് മുമ്പ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം എങ്ങനെയായിരുന്നോ അതിനും നല്ല നിലയിലേക്ക് ഇപ്പോൾ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വന്നു. അതവിടെ രാഷ്ട്രീയ മാറ്റം ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ സംഭവിച്ചത് എന്തെന്നാൽ ഇപ്പോൾ ഈ ഹർദീപ് സിംഗ് നിജ്ജാറിൻ്റെ കൊലപാതകം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കുപ്രസിദ്ധ ഗുണ്ടാ ഗ്യാങ്ങായ ഗോൾഡി ബ്രാർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ആ ഗുണ്ടാ ഗ്യാങ്ങിൻ്റെ തലവനാണ് ഈ ഹർദീപ് സിംഗ് നിജ്ജാറിനെ പോലെ തന്നെ നോർത്ത് അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സിഖുകാരനാണ്. ജയിലിൽ കിടക്കുന്ന ലോറൻസ് ബിഷ്ണോയി എന്ന് പറയുന്ന മറ്റൊരു ഗുണ്ടാത്തലവൻ. ഈ ഗുണ്ടാത്തലവൻ്റെ ശിങ്കിടിയായി പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ് ഈ ഗോൾഡി ബ്രാറാണ്. അവർ തമ്മിലുണ്ടായ ചില തർക്കങ്ങൾ, അതായത് മാഫിയ സംഘങ്ങൾ ഈ പറയുന്നത് പോലെ നോർത്ത് അമേരിക്കയിലും അതുപോലെ തന്നെ കാനഡയിലുമൊക്കെ പലതുണ്ട്. അവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവരുടെ തർക്കങ്ങൾ പലപ്പോഴും ഈ ലഹരി മരുന്ന് കച്ചവടവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ആ ജൂറിസ്ഡിക്ഷൻ കടന്നുള്ള ഇടപെടലുകൾ, മയക്കുമരുന്ന് വിൽപ്പന, ഇതൊക്കെയാണ് തർക്കത്തിൻ്റെ അടിസ്ഥാനമായി വരുന്നത്. അങ്ങനെ 2 മാഫിയ സംഘങ്ങൾ തമ്മിൽ തർക്കത്തിലാകുന്നു. ഗോൾഡി ബ്രാറിൻ്റെ സംഘത്തിന് എതിരായി വന്ന മറ്റൊരു ഗുണ്ടാ സംഘം, ആ ഗുണ്ടാ സംഘത്തിന് സംരക്ഷണം നൽകിയതിൻ്റെ പേരിലാണ് ഈ പറയുന്ന ഹർദീപ് സിംഗ് നിജ്ജാറും ഗോൾഡി ബ്രാറിൻ്റെ സംഘങ്ങളും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിൻ്റെ വക്കോളം എത്തിയത്. ഈ തർക്കമാണ് പിന്നീട് ഈ ഹർദീപ് സിംഗ് നിജ്ജാറിൻ്റെ കൊലപാതകത്തിൽ കലാശിച്ചത് എന്ന് കുറ്റമേറ്റു പറഞ്ഞുകൊണ്ടുള്ള ഗോൾഡി ബ്രാറിൻ്റെ ഓഡിയോ സന്ദേശം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആ കുറ്റം, അല്ലെങ്കിൽ ഹർദീപ് സിംഗ് നിജ്ജാറിൻ്റെ കൊലപാതക കുറ്റം ഇപ്പോൾ മറ്റൊരു സംഘടന അല്ലെങ്കിൽ മറ്റൊരു ഗുണ്ടാ ഗ്യാങ് തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. ഗുണ്ടാ ഗ്യാങ്ങുകൾ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമായിട്ടാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും അപ്പോഴേക്കും ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സാധാരണ രീതിയിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇക്കാര്യത്തിൽ വലിയ ചർച്ചകൾ ഉണ്ടാകണമെന്നില്ല. പക്ഷേ ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്ത് ഇന്ത്യക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഒരു കഴമ്പുമില്ല എന്നൊരിക്കൽ കൂടി തെളിയുകയാണ്.
ഈ ഹർദീപ് സിംഗ് നിജ്ജാറിൻ്റെ കൊലപാതകത്തിൽ പങ്കുള്ള ഗുണ്ടാ ഗ്യാങ്ങുകൾ ഇപ്പോൾ അത് ഏറ്റുപറഞ്ഞിരിക്കുകയാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ ഉലച്ചിലുകൾ വന്ന ഒരു സംഭവത്തിലാണ് ഇപ്പോൾ ഒരു കുറ്റവാളി രംഗത്ത് വന്നിരിക്കുന്നത്. അയാളാണ് ഇതിനു പിന്നിലെന്ന് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. അന്ന് മുതൽ തന്നെ ഇന്ത്യ സ്വീകരിച്ചു വന്ന നിലപാട് അത് സത്യമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. എന്തായാലും മോശമായ നയതന്ത്ര ബന്ധം, ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇപ്പോൾ മെച്ചപ്പെട്ടിരിക്കുന്നു. അമേരിക്കയുടെ വ്യാപാര യുദ്ധം കൂടി കാരണമാണ് ഇത്തരത്തിൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെട്ടത്. കാരണം അമേരിക്ക കാനഡയെ അങ്ങേയറ്റം അപമാനിച്ചിരിക്കുന്നു. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ വലിയ രീതിയിൽ നികുതി ചുമത്തിയിരിക്കുന്നു. നികുതി വേണ്ട എങ്കിൽ, നികുതി ഒഴിവാക്കാം, അങ്ങനെയാണെങ്കിൽ 52ാമത് അമേരിക്കൻ സ്റ്റേറ്റായി മാറണം എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഒരു സ്വതന്ത്ര രാജ്യത്തെ സ്വന്തം പ്രവിശ്യയാക്കി മാറ്റണം എങ്കിൽ ഞങ്ങൾ തീരെ ഒഴിവാക്കി തരാം എന്ന് അങ്ങേയറ്റം മാന്യതയില്ലാത്ത ഒരു വർത്തമാനമാണ് കഴിഞ്ഞ കുറേ നാളുകളായി കാനഡയോട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടാക്കാൻ ഇത്തരം രാജ്യങ്ങൾ നെട്ടോട്ടം ഓടുന്നത്. അതിപ്പോൾ സാധ്യമായിരിക്കുന്നു. ഇന്ത്യയും കാനഡയും തമ്മിൽ വ്യാപാര മേഖലയിൽ കൂടുതൽ ചർച്ചകൾ നടന്നു വരികയാണ്. ആ സമയത്താണ് ഒരു വലിയ വിവാദം ഇപ്പോൾ ഈ രീതിയിൽ അവസാനിച്ചിരിക്കുന്നത്.